നമ്മുടെ ഈ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പുതിയ തലമുറേൻ്റെ ലഹരി ഉപയോഗം. ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മതത്തിൻ്റെ വക്താക്കൾ പറയുന്നത് അവർക്ക് ഈ എന്താ പറയേണ്ടത്, ദൈവവിശ്വാസമില്ല, മതവിശ്വാസമില്ല, ദൈവഭയമില്ല. അപ്പം മതത്തിലെ ധാർമ്മികത, അതായത് സ്വതന്ത്ര ചിന്തകരുണ്ടാക്കുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതം, നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് അതിൻ്റെ ആൾക്കാർ എന്നാണ് മതത്തിൻ്റെ ആൾക്കാർ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മതത്തിൻ്റെ ധാർമ്മികതയും ഈ നമ്മുടെ സ്വതന്ത്ര ചിന്തയിലെ ധാർമ്മികതയും തമ്മിലൊരു കമ്പാരിസൺ. അത് ചോദിച്ചതായാലും നന്നായി. അതായത് ഈ ഒരു സാധനം മാത്രമല്ല, ലഹരി മാത്രമല്ല ഇപ്പോൾ ഈ മതം ഉപേക്ഷിച്ച ആളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്നൊരു വാർത്തയാണ്, സ്വകാര്യ ബസ്സിൽ 13 വയസ്സുകാരന് നേരെ ലൈംഗിക അതിക്രമം, മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. ഓക്കെ, 13 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മദ്രസയിലൊന്നും പിള്ളേരെ കിട്ടാനില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ ചൂണ്ടയുമായി വള്ളവും വലയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ബസ്സിലും കാറിലും ട്രെയിനിലേക്കൊക്കെ. ഇതാണ് അവസ്ഥ. അപ്പം ഞാൻ പറയുന്നത് ലഹരി മാത്രമല്ല, മദ്രസ പീഡനം നമ്മൾ കാരണമാണ്. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതേപോലെ ഇപ്പോൾ സ്വർണം കടത്ത്, ഓക്കെ, അതും നമ്മൾ തന്നെയാണ്. പിന്നെ ഈ ലഹരിയുടെ കാര്യം മാത്രം നമ്മളെടുത്ത് പറയാം. ലഹരി അത് കടത്തുന്ന കാര്യവും ഉപയോഗിക്കുന്നതല്ല, കടത്തുക, അത് ഉപയോഗിക്കുന്നതും അതിൽ പെടുന്നു. അതിൻ്റെ കാര്യത്തിലും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം മദ്രസയിലൊക്കെ പോകുന്നു എന്ന് പറയുന്ന ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ വരുന്നത് എന്ന് ചോദിച്ചത് ആരാ? ജിഫ്രി തങ്ങളോ പിന്നെ KT ജലീലും ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി പറയും, ഇതാരാണ് സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ തൊട്ട് മുന്നേയൊക്കെ നമ്മൾ കണ്ടു. നമ്മളെങ്ങനെ ഞാൻ ഇപ്പോൾ ഈ ആൽക്കഹോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? നമ്മൾ അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ്. ആ സാധനം ഒരു പ്രശ്നമാണ്, അത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇന്നതൊക്കെയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ തൊടാത്തത്. പക്ഷെ ഒരു വിശ്വാസി എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണോ? അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടിക്കാറുണ്ട്, അവിടെ പോയിട്ട് കുടിക്കാം, ഇത്രയേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ലേശം വെയിറ്റ് പണ്ണ്, അവിടെ പോയിട്ട് കുടിക്കുക, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ മാതിരി. ഇപ്പം ഈ ലഹരിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, ഈ താലിബാൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയും, ISIS യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയും. എന്നിട്ട് പറയുമ്പോൾ അവർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ പറയും അങ്ങനെയല്ല, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അനിസ്ലാമികമാണെന്ന് പറയും. ശരി, ഒരു ഉദാഹരണം പറയുന്നത്, അവർ എത്ര ആലോചിച്ചാലും ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയാത്തൊരു കാര്യം താലിബാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല, ഒരെണ്ണം പോലും കാണാൻ കഴിയില്ല. കഷ്ടപ്പെട്ട് അവർ തപ്പിക്കൊണ്ടുവരുന്നൊരു സാധനമാണ്, അവർ അവിടെ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട്, അത് അനിസ്ലാമികമാണെന്ന് പറയും. നിങ്ങൾ പോയിട്ട് താലിബാൻകാരോട് ചോദിക്കുക, ഈ കഞ്ചാവ് കൃഷി അത് അനിസ്ലാമികമല്ലേ എന്ന് ചോദിക്കുക. അവർ പറയുന്ന ഉത്തരം എന്താ? അത് ശരി, ഞങ്ങളൊരു പൂവ് ഉണ്ടാക്കുന്നു, അതിങ്ങനെ ആരൊക്കെയോ വരുന്നു വാങ്ങുന്നു, ഞങ്ങൾ പൂവ് കൊടുക്കുന്നു, അവരത് കൊണ്ടുപോകുന്നു, ഇത്രയും ഞങ്ങൾക്ക് അറിയുള്ളൂ, ഇതേ അവർ പറയണുള്ളൂ. അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഒരു പൂ കൃഷി അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തോ ഒരു കൃഷി, ഒരു സാധനം. അതിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോയ ആളുകൾ ഇനിയിപ്പോൾ കഞ്ചാവോ വേറെ വല്ല സാധനമോ മറ്റേ പോപ്പി സീഡൊക്കെയാണ് അവർ ചെയ്യുന്നത് കൂടുതലും. അതൊക്കെ ചെയ്യുന്നത് അതിൽ നിന്ന് വല്ല മയക്കുമരുന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അത് അവർ ചെയ്യുന്ന സാധനമാണ്, അത് അവരും പടച്ചുള്ള ലെവലായിക്കോളും. ഞങ്ങൾ ഈ പോപ്പി സീഡ് ഉണ്ടാക്കുന്നു വിടുന്നു, ഇതാണ് അവർ പറയാം. ഇനി അവർ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്, അതിൻ്റെ മുന്നിലാണ് നമ്മുടെ ബാല്യം വിജൃംഭിച്ച് പോവുക. അതെന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി കൃഷി ചെയ്യാൻ പറ്റുമോ? കാരണം ഈ മുന്തിരി കൊണ്ടുപോയിട്ടല്ലേ വീഞ്ഞുണ്ടാക്കി വൈനുണ്ടാക്കി പോകുന്നത്. അപ്പോൾ മുന്തിരി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഗോതമ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ബാർലി ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം ഈ ബാർലിയും മുന്തിരിയും ഈ പറയുന്ന സാധനം ഇതിനൊക്കെ ഓരോരോ ലഹരികൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കണ്ണിൽ ഈ ചോദ്യം അവർ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നൊരു കാര്യം ഇതാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ ലഹരി വിരുദ്ധനാകണമെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അത് ചെയ്യാതിരിക്കാൻ. പക്ഷേ അതല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മതം തന്നെ അതിന് ചില കവചം ഒരുക്കി കൊടുത്ത് അതിൻ്റെ സുരക്ഷയിലാണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മതപരമായിട്ടുള്ള ചില ബാക്കിംഗ് കൂടി കിട്ടുകയാണ്. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പം മദ്രസ പീഡനത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് മദ്രസ പീഡനം ഒരു വലിയ പ്രശ്നമായി വരുന്നത്? മദ്രസ പീഡനം തടയാനുള്ള എന്തെങ്കിലും ഒരു സാധനം മദ്രസയിലുണ്ടോ? ഒരു ഉസ്താദിന് മുന്നിൽ ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ കുട്ടികൾക്കുള്ളത്. ആ കുട്ടികളെ പീഡിപ്പിക്കാതിരിക്കാൻ എന്ത് ഇൻസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ എന്ത് ബോധമാണ് അവർക്ക് വരിക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്കൊന്നും അങ്ങനെ തോന്നില്ല. ഇനി അഥവാ ഒരാൾക്ക് അങ്ങനെ തോന്നിയാൽ തന്നെ അവൻ ചിന്തിക്കുന്നതാണ് പോക്സോ. ആദ്യം മനസ്സിലേക്ക് വരിക അതാണ്, അതൊരു നിയമമാണ്, അത് ജയിലിൽ പോകും, വലിയ പ്രശ്നമാണ്, നാറ്റക്കേസാവും, ഇത്രയെങ്കിലും വരും. ഇന്ന് ഉസ്താദുമാരെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, പോക്സോ കേസല്ല. എന്താണെന്നറിയാം? CCTV ഒന്നല്ല. ഇതെങ്ങാനും ആ ടീമിൻ്റെ അടുത്തേക്ക് എത്തി അവരത് നാട്ടിൽ പാട്ടാക്കൂലേ? ഏത് ടീം? നമ്മൾ. ഇതാണ് അവർ പേടി. ഇതെനിക്കൊരു സുഹൃത്ത് അയച്ചതാണ്. ഒരു പള്ളി കമ്മിറ്റിയിൽ നടന്ന ചർച്ചയാണ്. അവരുടെ ഒരു മദ്രസയിലൊരു കുട്ടീനെ ഇതേപോലെ പീഡിപ്പിച്ച കേസിൽ ഉസ്താദിനെ പൊക്കി. അപ്പോൾ അത് കമ്മിറ്റിയിൽ കുറേ എക്സ് മുസ്ലിങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കുറേ മുനാഫിക്കുകളാണല്ലോ. ഇപ്പോൾ എല്ലായിടത്തും ഓരോ വീട്ടിലും ഓരോ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഈ കമ്മിറ്റിയിലും എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുനാഫികളായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്, ഇത് വളരെ മോശമായി പോയി, ഇതൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്തെങ്കിലും നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊക്കെ ഇനി അങ്ങോട്ട് എത്തിയാണ്ടല്ലോ ആകെ പ്രശ്നമാവും, ആകെ നാറ്റക്കേസാവും, നമ്മൾ മഹല്
ആകെ നാറിപ്പോവും എന്നാണ് അതിനകത്ത് വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു തരാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു മദ്രസ മേഖലയിൽ ഇതുപോലൊരു പീഡനം തടയാൻ നമ്മുടെ നാട്ടിലെ നിയമം വർക്കൗട്ട് ആവുന്നില്ല. ഇത് സംബന്ധിച്ചത് പറഞ്ഞത് ഞാനോ അല്ല, കെ ടി ജലീല പറഞ്ഞത്. കെ ടി ജലീൽ പറഞ്ഞ എന്താ, ഈ മയക്കുമരുന്ന് കടത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ട്, ഇത് തടയാൻ നമ്മൾ കാളിമാരെ കൊണ്ട് ചില എന്തോ സൂത്രപ്പണിയൊക്കെ ഒപ്പിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നമ്മൾ ഈ ജനാധിപത്യ മതേതര രാജ്യത്ത് ജീവിക്കെ, ഇവിടെ അതിനുള്ള ശക്തമായ നിയമങ്ങളുണ്ടായിരിക്കെ, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാമാജികനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താണ്, നമുക്ക് കൂടുതൽ മദ്രസ വേണമെന്നാണ് പറയുന്നത്. ഒന്നാമതേ അവിടെ പാളി. ഇനി രണ്ടാമത് എന്താ പറഞ്ഞു വെക്കുന്നത്, ഇത് ഇനി ഇത്ര മതം പഠിപ്പിച്ചിട്ട് ശരിയായിട്ടില്ല എന്ന് കൂടി സമ്മതിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ പീഡനത്തിൽ സംഭവിക്കുന്ന എന്താണ്, ഉസ്താദുമാർക്ക് സത്യത്തിൽ ഒരു പ്രചോദനം തന്നെ മതം വെക്കുന്നുണ്ട്. കാരണം കുട്ടികൾ, മൃഗം, രോഗിയായി കിടക്കുന്നവർ, മാനസിക വൈകല്യമുള്ള ആളുകൾ, ശവം, ഇത്രയും സംഗതികളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇതൊരു തെറ്റാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊന്ന് കുളിച്ചാൽ മതി, ശരിയാവും. ഇതാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഏത് മദ്രസയിലാണെന്ന് ചോദിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ ദിയോബന്ദ് മദ്രസ ദിയോബന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. അവിടെ പോവാ ചോദിക്കുക. അവിടുത്തെ കിതാബിൽ ഈ സാധനം എഴുതി വെച്ച് അവരവരുടെ ഫത്വ കൊടുക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു സൈറ്റൊക്കെ ഉണ്ട്. അതിനകത്ത് ഇത് പച്ചക്ക് എഴുതി വന്നപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. അങ്ങനെ അത് അറിഞ്ഞതിൻ്റെ പേരിൽ നമ്മളുടെ രാജ്യത്തുള്ള NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അവർ ഈ സാധനം ഒരു പരാതിയായിട്ട് ലഭിക്കുകയും അവരത് അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ ഈ സാധനം അവരുടെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഈ മദ്രസയിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ സംഗതി. ഇത് മദ്രസ അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കുക, ആ ഉസ്താദിന് മുന്നിൽ അങ്ങനെ ഒരു ചിന്തയുമായിട്ട് നടക്കുക, അങ്ങനെ ഒരു അധ്യാപനം അറിയുന്ന ഒരാളുടെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൊള്ളൽ വന്നാൽ അതൊന്ന് പേസ്റ്റ് പരട്ടിയാൽ മതി എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്താ ചിന്തിക്കുക, അത് പേസ്റ്റ് തപ്പിയാൽ മതി, ഇത്രയല്ലേ ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി വന്ന് നിങ്ങൾ പീഡിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ അടുത്ത ചിന്ത എന്താണ്, കുളിക്കാൻ എവിടെ വെള്ളം, സോപ്പ് എവിടെ, ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് തടയാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. തടയാൻ കഴിയില്ല. അപ്പോൾ ഇത് പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് മുഴുവൻ മറ്റേ ടീമാണ്, ഓൻ ഞമ്മൻ്റെ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമം മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. അല്ലാതെ യഥാർത്ഥ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉള്ള വഴികളല്ല. അഡ്രസ്സ് ചെയ്ത് തന്നെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് തന്നെ പോയാൽ ഇതിൽ പരിഹാരങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും. അതുവരേക്കും നമ്മുടെ കുട്ടികൾ ലഹരിയായാലും പീഡനമായാലും മദ്രസ പീഡനമായാലും ഇതിനൊക്കെ ഇരകളാവാനുള്ള സാധ്യത ഇപ്പോഴും വളരെ അധികമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയാറ്, ഈ മദ്രസ എന്ന് പറയുന്നത് ഒരു എലിപ്പെട്ടി. കാരണം അതിനകത്തേക്ക് ഈ മാതാപിതാക്കൾ തന്നെയാണ് അവരതിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ കൂട്ടിലേക്ക് തള്ളിവിടാണ്. സാധാരണ എലി എങ്ങനെ ഓടി ഒളിക്കാനാണ് നോക്കുള്ളൂ. ഇത് എലിക്കുട്ടിയുടെ ബാപ്പയമ്മയും കൊണ്ട് കയറ്റി വിടുകയാണ് എലിപ്പെട്ടിയിലേക്ക്. ചെല്ല്, അതിനകത്തൊരു ഉസ്താദുണ്ട്. എന്ത് വേണേലും സംഭവിക്കാം. ഇന്ന് അതിനെ തടയാനുള്ളൊരു സംവിധാനം, ഇവിടുത്തെ നിയമ സംവിധാനം ഒരുക്കുന്നുണ്ടോ, അവിടെയും പരാജയമാണ്. കാരണം ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്ന് ഇത്രമാത്രം വ്യാപകമായിട്ടൊരു സംഗതി ഉണ്ടായിട്ടും അവരെ നിയമിക്കുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ ഇട്ടു. കണ്ണൂരാണെന്നാണ് എൻ്റെ ഓർമ്മ, കണ്ണൂരാണോ കാസർഗോഡാണോ, അതിട്ടു. ആ ഇട്ട സമയത്ത് ആ ഉത്തരവിനെ തന്നെ അവർ വിളിക്കുന്നത് വിവാദ ഉത്തരവ് എന്നാണ്. വിവാദം ആയിക്കഴിയുമ്പോഴല്ലേ ഒരു വിവാദ ഉത്തരവ് എന്ന് പറയാം. ഇത് ഉത്തരവിൻ്റെ പേരിന് വിവാദ ഉത്തരവ് എന്നാണ്. എന്നിട്ടത് SDPIക്കാരെല്ലാവരും കൂടി അതിനെ പിരികേറ്റി ആ സാധനം അവിടെ നിന്ന് പിൻവലിപ്പിക്കുക. അത് ഒരു SP ആണ് അത് ഇട്ടത്, കാസർഗോഡാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? യെസ്, SP ഇട്ട ഒരു ഉത്തരവ്. അതിനെ പിൻവലിപ്പിക്കുകയാണ്. ആരാ പിൻവലിപ്പിക്കുന്നത്? SDPIക്കാർ ആരെയാണ് പ്രദാനം ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തെ. അപ്പോൾ അവരെന്താ പറയുന്നത്, കുഴപ്പമില്ല, ഞങ്ങളെ കുട്ടികളെ ഉസ്താദന്മാർ വേണ്ടി പീഡിപ്പിച്ചിട്ട് അതപ്പം നമ്മൾ നോക്കിക്കോളാം, ആയിക്കോട്ടെ എന്ന് പറയാല്ലാതെ വേറെ എന്താ നിവൃത്തി? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിനാരും ഉത്തരം പറയും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ മാനവിക വിരുദ്ധൻ. ആയിക്കോട്ടെ.